ഡോക്ടർ, എന്താണ് ഈ വന്ധ്യത എന്ന് പറയുന്നത്? കുഞ്ഞുങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? വന്ധ്യത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒരു വർഷം നോർമലായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും അവർക്ക് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിലാണ് അതിന് വന്ധ്യത എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള കപ്പിൾസിലാണ് പറയുന്നത്. എന്നാൽ സ്ത്രീയുടെ പ്രായം 35 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് PCOD, എൻഡോമെട്രിയോസിസ് എന്നിങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വർഷം എന്നുള്ളത് 6 മാസത്തിനകത്തോ അല്ലെങ്കിൽ ഉടനെ തന്നെയോ വന്ധ്യതയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ, ഈ വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? അതായത് എന്തെല്ലാം ഘടകങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്? വന്ധ്യതയ്ക്ക് സ്ത്രീയുടെ കാരണങ്ങളാകാം, പുരുഷൻ്റെ കാരണങ്ങളാകാം. 40% സ്ത്രീയുടെ കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യതയുണ്ടാകുന്നത്, 40% പുരുഷൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യതയുണ്ടാകുന്നത്. ബാക്കി 20% എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയാണ്. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സ്ത്രീ വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഓവുലേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് PCOD, അമിതവണ്ണം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ഓവുലേഷൻ ആകാനുള്ള ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ കഞ്ചനിറ്റലി അവർക്ക് ജനിതകമായിട്ട് തന്നെ അവരല്ലെങ്കിൽ അറ്റ് ബർത്ത് തന്നെ യൂട്രസിൻ്റെ ഷേപ്പിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകൾ, ഫൈബ്രോയിഡ് പോലെയുള്ള മുഴകൾ ഉണ്ടെങ്കിലോ, സെപ്റ്റം, പോളിപ്പ് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലും യൂട്രസിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം കാരണം പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്യൂബിലുള്ള ബ്ലോക്കാണ്. നോർമലി യൂട്രസിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അണ്ടവാഹിനിക്കുഴൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അണ്ടത്തെ സ്വീകരിക്കുന്നത് അണ്ടവാഹിനിക്കുഴലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അണ്ടവാഹിനിക്കുഴലിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീവിയസ് സർജറി എന്തെങ്കിലും ചെയ്തിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിലും വന്ധ്യതയുടെ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രായം കൂടുന്നത്, 35 വയസ്സിന് മുകളിലുള്ള പ്രായം എന്ന് പറയുന്നത് അഡ്വാൻസ് മെറ്റേണൽ ഏജ് ആണ്. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കാനും അണ്ടങ്ങളുടെ ക്വാളിറ്റി മോശമാകാനുള്ള സാധ്യതകളുണ്ട്. അതും മറ്റൊരു കാരണമാണ്. ഇനി പുരുഷന്മാരുടെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പുരുഷൻ്റെ ബീജ പരിശോധനയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ബീജ പരിശോധനയിൽ ബീജത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ നല്ല ബീജങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നമ്മൾ പുരുഷന്മാരിൽ പ്രധാനമായിട്ടും കാണാറുള്ളത്. മറ്റു ചില പുരുഷന്മാരിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയോ മംസൊക്കെ പോലെയുള്ള ഇൻഫെക്ഷൻസ് വരികയോ എന്തെങ്കിലും സർജറി, വൃഷ്ണഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള പുരുഷന്മാരോ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള പുരുഷന്മാരിലും വന്ധ്യതാ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെ പൊതുവെയായിട്ട് ഇപ്പോൾ പുരുഷന്മാരിൽ കൂടി വരുന്ന മദ്യപാനം, പുകവലി, അമിതവണ്ണം, ഡ്രഗ്സിൻ്റെ അബ്യൂസ് എന്നിവയെല്ലാം വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഓരോ കാരണങ്ങളാണ്. പല കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടർ വന്ധ്യതയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്നില്ലേ, പാരമ്പര്യം വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണോ? അതുമല്ലെങ്കിൽ ഈ അമിതവണ്ണം, PCOD, PCOS തുടങ്ങിയ എത്രത്തോളം കാരണങ്ങളുണ്ട് വന്ധ്യതയ്ക്ക്? വന്ധ്യതയ്ക്ക് പാരമ്പര്യം എന്ന് പറയുന്നത്, വന്ധ്യത ഒരു പാരമ്പര്യ രോഗമായിട്ട് വരുന്ന ഒരു അസുഖമല്ല. അത് പ്രധാനമായിട്ടും സ്ത്രീകളിൽ മദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും PCOD അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അമ്മയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത, പെൺകുട്ടികൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴകളാകാം. ഫൈബ്രോയിഡ് മുഴകളും ഫാമിലിയിലായിട്ടും ഇൻഹെറിറ്റഡായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ പുരുഷന്മാരിൽ ചില ജനറ്റിക് പ്രോബ്ലംസ് പരമ്പരാഗതമായിട്ട് കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ട് വന്ധ്യതയുടെ കാരണങ്ങളെന്ന് പറയുന്നത്.